ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഏതൊക്കെയാലും തണുപ്പുകാലമൊക്കെ വരുമല്ലേ, നല്ല അടിപൊളി ഒരു ചൂട് പഴംപൊരി വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു അടിപൊളി സർക്കിട്ട് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ 1 കിലോ മൈദപ്പൊടി എടുത്തു. അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു പിടി അരിപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അരിപ്പൊടി മിക്സ് ചെയ്യുന്നത് നല്ലൊരു മൊരുമൊരുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് എള്ളും കൂടി അങ്ങനെ ഒരു ആഡ് ചെയ്തു. അപ്പോൾ ഈ എല്ലാം ആഡ് ചെയ്യുന്നത് ഇത് നമ്മൾ പഴംപൊരിക്കത് കണ്ടിട്ടില്ല, ഇങ്ങനെ കറുത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു അട്രാക്ഷൻ കിട്ടും. അതൊരു സർക്കിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഏകദേശം 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒരു 30 പേർക്ക് കഴിക്കാൻ പാകത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇറക്കിയ ശേഷം ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലുള്ളവർക്ക് വേണ്ടവർക്ക് അതും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടി നന്നായിട്ട് കൈവച്ച് ഇളക്കി കൊടുക്കുക. ഈ പൊടിയൊന്നും കട്ട കെട്ടിയിരിക്കാതെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മിച്ചം ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ കൂടുതൽ കളർ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ വരെ ആകാം. പക്ഷെ അതിൽ കൂടുതൽ പോകാതിരിക്കുകയാണ് നല്ലത്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒന്നിച്ച് ഒത്തിരി അങ്ങ് ഒഴിച്ച് കൊടുത്ത് ഇളക്കാതെ നമ്മൾ കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിങ്ങനെ ഇളക്കി ഒരു പരുവത്തിലാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇടയ്ക്ക് കട്ട കെട്ടിയിരിക്കാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈവച്ച് ഇളക്കി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ, ഇപ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു അപ്പോഴാണെങ്കിൽ കടയിലോട്ട് സാധനം മേടിക്കാൻ അല്ലെങ്കിൽ പലഹാരം മേടിക്കാൻ ഓടാതെയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങളൊക്കെ അവരെ കൊണ്ട് കഴിപ്പിച്ച് വയറ് ചീത്തയാക്കാതെ ഒക്കെ നോക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. അത്രമാത്രം ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ഫുഡായിട്ടും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് ഈ പഴംപൊരി. അപ്പോൾ ഞാൻ ഏതൊക്കെയാലും ഇത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഇളക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു പരുവത്തിലാക്കണം. നമ്മൾ വീട്ടിൽ നമ്മുടെ ബീറ്റർ, ഇലക്ട്രിക് ബീറ്ററോ അല്ലാത്ത ബാറ്ററി ബീറ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊരു കുഴമ്പ് രൂപത്തിലോട്ട് വരും. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കൂടുതൽ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഈ പരുവത്തിലാകും. ഏകദേശം ഒരു കുഴമ്പ് പോലെ പരുവത്തിലാകും. ഇങ്ങനെ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊക്കി താഴോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഈ രീതിയിൽ അത് ആയി വരണം. ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളായിരുന്നു, കളറൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഴം പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പഴം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഏത്തയ്ക്കാപ്പം. അല്ലെങ്കിൽ പച്ചക്കായൊക്കെ ആണെങ്കിൽ അത്ര ടേസ്റ്റ് വരാൻ സാധ്യതയില്ല, ഒരു കരകര ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ട് ആ കായ എടുക്കുക. അത് നീളത്തിൽ കണ്ടിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീട്ടിലെ പർപ്പസ് ആയതുകൊണ്ട് ഞാൻ നടുവ് ഒന്നും കൂടി കണ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഏത്തയ്ക്കാപ്പം ആണെങ്കിൽ നമുക്കൊരു 3 ഡിവൈഡ് ചെയ്തെടുക്കാം. ഞാൻ ചീനിച്ചട്ടി എടുത്തു, അതിലേക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ചു. ഞാനാണെങ്കിൽ കോൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സിനകത്തോട്ട് നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1 മിനിറ്റെങ്കിലും അതിനകത്ത് ഡിപ്പായി കിടക്കാൻ നല്ലതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ എണ്ണ അപ്പുറത്ത് ചൂടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇച്ചിരി എടുത്തിട്ട് ഒരു മാവ് കുറച്ചെടുത്തിട്ട് ആ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴാണെങ്കിലും എന്നിട്ട് അതങ്ങ് എടുത്ത് കോരി കളഞ്ഞേച്ചാൽ മതി. അപ്പോൾ അത് എണ്ണ ചൂടായോ എന്നൊക്കെ അറിയാം. അതിനുശേഷം നമ്മുടെ ഏത്തക്ക മുക്കി വെച്ചിരിക്കുന്ന പഴംപൊരിയുടെ ഏത്തക്ക ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്കപ്പം ഒരു വശം ചൂടായി വെന്ത് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തെ വശത്തേക്ക് തിരിച്ചും മറിച്ച് നോക്കിയിട്ട് കൊടുക്കാൻ നല്ലതാണ്. എണ്ണ കുറച്ച് കൂടുതലെടുത്താൽ ഇത് ഏത്തയ്ക്കപ്പം നന്നായിട്ട് ഡിപ്പായി കിടക്കും എണ്ണയ്ക്കകത്ത്. പെട്ടെന്ന് ആകാനും നല്ല മുറിച്ച് കിട്ടാനൊക്കെ നല്ലതാണ്. സ്റ്റൗവിൻ്റെ അടുത്ത് ഇതുപോലൊരു ഫോയിൽ പേപ്പർ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ ഏത്തയ്ക്ക അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൗവിലോട്ട് ഇതിങ്ങനെ ഡിപ്പായി വീണ് അത് സ്റ്റൗ വൃത്തികേടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഏത്തയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നല്ല പ്രിപ്പയറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി ഒരു കണ്ണുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ നല്ല കളറുമായി നല്ല വൃത്തിയുണ്ട്, നല്ല മൊരുമുരുത്താണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ആ എള്ളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് സ്വാദിഷ്ടമായൊരു ഏത്തയ്ക്കാപ്പമാണ് നിങ്ങൾ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്ന
അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചും ഹോംലി ഫുഡ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് സന്തോഷത്തോടെ ഹെൽത്തി ഫുഡായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും കാണാത്തവർ ഒന്ന് ഫോളോ ചെയ്തോളുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.